കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭയുടെ വലിയ പെരുന്നാളായ പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ആഴ്ചകളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വായനകളാണ് നാം വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ടത് കർത്താവിൻ്റെ ശിഷ്യന്മാർ 70 പേര്, 12 പേര് അതിൻ്റെ ഔട്ടർ സർക്കിളിലുള്ള 70 പേര് വിവിധ സ്ഥലങ്ങളിൽ പോയി അവരുടെ പ്രവർത്തനത്തിൻ്റെ വിജയത്തെക്കുറിച്ച് വളരെ ആവേശത്തോടെ കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് അവരുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് എന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം വികാര, വിചാര, കോപം, സന്തോഷം ഇതുപോലെയുള്ള വികാരങ്ങൾക്ക് അതീതനാണ് എന്ന് പല മതങ്ങളും പഠിപ്പിക്കുമ്പോൾ നമ്മൾ ദൈവം സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, പാപത്തെക്കുറിച്ച് വളരെ തീക്ഷ്ണതയോടെ ശ്രദ്ധിക്കുന്നവനാണ് എന്നൊക്കെ നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിശകലനം ചെയ്യുവാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ചില മതങ്ങളൊക്കെ ഇതുപോലെയുള്ള വികാരങ്ങൾ ദൈവത്തിന് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരിക്കലും അനുവദിക്കുകയില്ല. കാരണം ദൈവത്വത്തിൽ നിന്ന് അത് ഒരിക്കലും ചേരാത്ത ഒന്നാണ് ഈ വികാര, വിചാര ചിന്തകൾ എന്നുള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ വളരെ അപൂർവമായി നമ്മുടെ കർത്താവിൻ്റെ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ നാം വായിക്കാറുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ അവൻ കയറിയപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖമാണ്. അവൻ ചാട്ടാവാറുണ്ടാക്കി ഒരു കയറെടുത്ത് അവിടെ വളരെ ശക്തമായി നാണയം മാറുന്നവരുടെ മേശകളെ മറിച്ചിടുകയും പ്രാവിൻ്റെ കൂടുകൾ തുറന്നു വിടുകയും എല്ലാവരെയും അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്ന വേറെ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ലാസറിൻ്റെ കല്ലറയിലേക്ക് വരുമ്പോൾ അവനുള്ളം നൊന്ത് കലങ്ങി തൻ്റെ പ്രിയ സ്നേഹിതൻ്റെ മരണത്തിലും അതിലൂടെ മനുഷ്യവർഗത്തെ ഭയപ്പെടുത്തുന്ന മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് അവന് വ്യസത എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ വികാരതരളിതമായ ദുഃഖസാന്ദ്രമായ ഒരു ഭാവം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ വന്നുമ്പോൾ ഞാൻ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യേശു അവനെ നോക്കി സ്നേഹിച്ചു. അവനെ വളരെ ആദരവോടെ, സ്നേഹത്തോടെ, ആർദ്രതയോടെ നോക്കി സ്നേഹിക്കുന്നതായി നാം വായിക്കുന്നു. അതുപോലെയുള്ള ഒരു വികാരപ്രകടനമാണ് ഇന്ന് നാം വായിച്ച വേദഭാഗത്ത് കാണുന്നവൻ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് ആ 70 പേരുടെ ശുശ്രൂഷയിൽ ആരും മടുപ്പില്ലാതെ, നിരാശയില്ലാതെ കടന്നു വന്ന് പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു, അത്ര ദൈവരാജ്യത്തിൻ്റെ ശക്തമായ വ്യാപനത്തെക്കുറിച്ച് വാചാലമായി സംസാരിച്ചപ്പോൾ അവൻ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് പറയുകയാണ്, ഈ പിശാചുകൾ കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെടുന്നതിലാണ്. ദൈവം നമ്മെ നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള വികാരമാണ് ദൈവത്തിൽ പ്രകടമാകുന്നതെന്ന് ഓരോരുത്തരും ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനായ ദൈവമാണ്. വിവാഹ ശുശ്രൂഷയുടെ സമാപനത്തിൽ മണവാളിനെയും മണവാട്ടിയെയും അവരുടെ കരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ ഒന്നിപ്പിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ സന്നിധിയിലല്ല നിങ്ങൾ നിൽക്കുന്നത്. നാം ഓരോരുത്തരും ഇരിക്കുന്നതും ചിന്തിക്കുന്നതും
എല്ലാം ദൈവസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അതുകൊണ്ട് നിന്നെ മറച്ച് ഒന്നും എനിക്ക് ചെയ്യുവാനായിട്ട് ഒക്കുകയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സംഗതികളും നിൻ്റെ മുമ്പാകെ വെളിപ്പെട്ടിരിക്കും. മനുഷ്യരുടെ മുമ്പിൽ പലതും നമ്മൾ മറച്ചു വെക്കാറുണ്ട്, മാനുഷികമായി പലതും നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ ഇതെല്ലാം വെളിപ്പെടുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്കിടയാകണം. അതുകൊണ്ട് അവൻ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നോക്കുവാൻ തക്കവണ്ണം ആ സന്തോഷത്തിൻ്റെ കണ്ണുനീർ നമ്മളിൽ വീഴുവാൻ തക്കവണ്ണം നമ്മുടെ നിഷ്കളങ്കതയോടെ വിശ്വസ്തയോടെ ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയത്തോടുകൂടി നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു മുകളിൽ ഒരു മതിലേൽ എടുത്തു വെച്ചിട്ട് ചാടാൻ പറഞ്ഞാൽ ആ കുഞ്ഞ് ചാടും. എന്നാൽ നമ്മളെപ്പോലെ ബോധമുണ്ടായാൽ നാം താഴെ വീഴുമോ എന്നുള്ള ആശങ്ക പലപ്പോഴും അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. എന്നാൽ കൊച്ചു കുഞ്ഞ് പരിപൂർണമായി അതിൻ്റെ മാതാപിതാക്കൾ വിശ്വസിക്കുന്നത് കൊണ്ട് ചാടാൻ പറഞ്ഞാൽ ചാടും, ഒന്നും ചിന്തിക്കുകയില്ല. അതുപോലെയുള്ള പരിപൂർണമായ ഒരു സമർപ്പണമാണ് ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകേണ്ടത്. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല, ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അവൻ നമ്മുടെ വലതുഭാഗത്തുണ്ട് എങ്കിൽ മറ്റൊന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ടതായ കാര്യങ്ങളില്ല. ആയതുകൊണ്ട് ആത്മാവിൽ ദൈവം സന്തോഷിച്ച് ആ ബാല്യക്കാരനെ കണ്ട് സ്നേഹിച്ച് സന്തോഷത്തോടെ പറയുന്നത് പോലെ നമ്മെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവം സന്തോഷിക്കുന്ന ജീവിതം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ജൂൺ മാസം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്ന സമയമാണ്. പത്രങ്ങളിലൊക്കെ നോക്കിയാൽ ഒരു ചെടി പിടിച്ചുകൊണ്ട് അനേകം ആളുകൾ പുഞ്ചിരിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വർഷവും വെക്കുന്ന ചെടികൾ വീണ്ടും അവിടെ തന്നെ വെച്ച് പടവിടുന്നതല്ലാതെ പ്രകൃതിയെ കാര്യമായി ഗണിക്കുവാൻ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ള സൂചന നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ പുറപ്പെടുവിക്കുന്ന കാർബൺ ഡയോക്സൈഡ് വലിയ മാരകമായ വിഷമാണ്. പക്ഷേ ആ കാർബൺ ഡയോക്സൈഡിനെ മുഴുവനും ആഗിരണം ചെയ്ത് ഈ പച്ച സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് മൂലം ഓക്സിജൻ വേർപെടുത്തി പ്രാണവായു നമുക്ക് തരികയാണ്. പ്രാണവായുവിൻ്റെ അഭാവം ഇന്ന് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫാനൊക്കെ കറങ്ങുന്നത് അതുകൊണ്ടാണ്. പഴയ കാലത്ത് മൈക്കുമില്ലായിരുന്നു, ഫാനും ഇല്ലായിരുന്നു. ഇത്രയും വലിയ ദേവാലയങ്ങളിൽ പറയുന്നത് കേൾക്കാമായിരുന്നു, ആളുകൾക്ക് ഉഷ്ണിക്കുകയില്ലായിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് എത്രയെത്ര ഫാനുകളും അതിനേക്കാൾ കൂടുതലായ എയർ കണ്ടീഷണറുകളും ഒക്കെ പ്രവർത്തിച്ചിട്ടും നമ്മൾ ഉഷ്ണിക്കുന്നു. പ്രാണവായുവിൻ്റെ അഭാവത്തിൽ നമ്മൾ പ്രയാസപ്പെടുന്നു. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ബോട്ടിലിൽ വെള്ളം കൊണ്ട് നടക്കുമെന്ന് പത്രത്തിൽ എഴുതിയപ്പോൾ ആളുകളെല്ലാം നെറ്റി ചുളിച്ചു. കാരണം അത്ര സുലഭമായ ഒന്നായിരുന്നു വെള്ളമെങ്കിൽ ഇന്ന് നമുക്കറിയാം അത് ഒരു വലിയ കമ്മോഡിറ്റിയായി മാറിയിരിക്കും. വൻകിടക്കാർ നിറച്ചു തരുന്ന കുപ്പിവെള്ളമില്ലാതെ ജീവിക്കുവാൻ സാധ്യമാകാത്ത വിധത്തിൽ നമ്മുടെ ജീവിതം മാറിയിരിക്കും. അധികം താമസിക്കാതെ തന്നെ വെള്ളം പോലെ ഓക്സിജനും കൊണ്ടു നടക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. ഡൽഹിയിലൊക്കെ ഓക്സിജൻ പാർലറുകളുണ്ട്. കുറേ സമയം അവിടെ നിന്ന് ശുദ്ധവായു ശ്വസിക്കുവാനായിട്ട്. അത് ഇനിയും കുപ്പിയിൽ നിറച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ശ്രദ്ധാപൂർവം കൊടുത്തുവിടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം
ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പച്ചസസ്യങ്ങളെ മുഴുവൻ നശിപ്പിച്ച് വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ കിട്ടുന്ന സ്ഥലം മുഴുവൻ ടൈൽസ് ഇട്ട് വെള്ളം ഒട്ടും താഴേക്ക് പോകാത്ത വിധത്തിൽ അതിൻ്റെ വളർച്ചയെ നശിപ്പിക്കുന്ന അനേകം നശീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് തന്നെ വിനയായി തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് അന്താരാഷ്ട്ര സമിതികളൊക്കെ ജൂൺ 6-ാം തീയതിയും 5-ാം തീയതിയുമൊക്കെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഓർക്കുവാനുമുള്ള ദിവസമായി മാറ്റിവെച്ചിരിക്കുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകും. സമുദ്രങ്ങളും ഇതെല്ലാം പരസ്പര ബന്ധിതമായി മനുഷ്യജീവിതത്തിന് ആധാരമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ ഭൂമിയെ മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട് വികൃതമാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രകൃതിയൊക്കെ ശോഭിക്കുകയാണ്, സമുദ്രം ശോഭിക്കുകയാണ്, സൂര്യൻ ശോഭിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സൂര്യനിലുണ്ടായ വലിയൊരു പ്രകമ്പനം വലിയ തോതിലുള്ള പ്ലാസ്മ അന്തരീക്ഷത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ചൂട് എന്ന് പറഞ്ഞത്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ മഴ എന്ന് പറയും. അങ്ങനെ പ്രകൃതി മുഴുവൻ രോഷാകുലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ തണുപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. മായം ചേരാത്ത സാധനങ്ങൾ വീട്ടിൽ നിർമ്മിക്കുവാൻ സാധിക്കണം, അധ്വാനിക്കുവാൻ സാധിക്കണം. പണ്ടത്തെ കാലത്ത് ഇത്രയും ഹോസ്പിറ്റലുകളില്ലായിരുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു വൈദ്യൻ അവിടുത്തെ പ്രസവം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മുട്ടിന് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വഴിനീളെ ആംബുലൻസുകളൊക്കെ കിടക്കുമ്പോൾ അത് വളർച്ചയുടെ സൂചനയല്ല, തളർച്ചയുടെ സൂചനയാണ്. നമ്മുടെ ഒരു തലമുറയ്ക്ക് മുമ്പുള്ള പിതാക്കന്മാർ അധികാലത്തെ എണ്ണിച്ച് ഭൂമിയിൽ അവർ അധ്വാനിച്ച് അവരുടെ അധ്വാന ഫലം അവർ തിന്നു. അവർ 99-100 വയസ്സ് വരെ കണ്ണു കാണുന്നവരായി, നടക്കുന്നവരായി, ആരോഗ്യമുള്ളവരായി നമ്മുടെ മുമ്പിൽ ജീവിച്ച ഒരു തലമുറയുണ്ട്. എന്നാൽ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളെല്ലാം നമ്മെ മടിപിടിപ്പിക്കുന്നു, നമ്മെ അലസരാക്കുന്നു, നമ്മുടെ ചുറ്റുപാടുകളെ മലിനമസമാക്കുന്നു. അതുകൊണ്ട് നമ്മളാലാവുന്ന വിധത്തിൽ ഈ ഭൂമിയെ തണുപ്പിക്കുവാൻ, ഈ ഭൂമിയുടെ പ്രതലത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന തീവ്രമായ ഉഷ്ണത്തെ, ചൂടിനെ നിരോധിക്കുവാൻ, നമ്മുടെ ശ്വാസകോശങ്ങളെ ആരോഗ്യമുള്ളതാക്കി തീർക്കുവാൻ നമ്മളാലാവുന്ന വിധത്തിൽ നമ്മുടെ ചുറ്റുപാടുകളെ തണുപ്പിക്കേണ്ട ചുമതലയുണ്ട്. ദൈവം ആത്മാവിൽ സന്തോഷിച്ച് നമ്മളെ നോക്കുന്നത് പോലെ പ്രകൃതി സന്തോഷത്തോടെ, മൃഗജാലങ്ങൾ സന്തോഷത്തോടെ യജമാനനെ കാണുന്നത് പോലെ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് എന്ന് ഈ ജൂൺ മാസത്തിലെ 1-2 ദിവസത്തിലെ ആഘോഷങ്ങൾ കൊണ്ട് മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം നമ്മൾ അത് പരിശീലിക്കണം. പുതിയ തലമുറയെ അത് പഠിപ്പിക്കണം. അവരെ കൊണ്ട് വൃക്ഷങ്ങളും ചെറിയ ഫലവൃക്ഷങ്ങളും നടണം. അതിൻ്റെ വളർച്ച അവരെ കാണിക്കണം. അതിൻ്റെ ഫലം അവർ എടുക്കണം. അത് കണ്ടവർ വളരണം. അല്ലാതെ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം കടകളിൽ പോയി വാങ്ങി സുഖസൗകര്യമായി അധികം കാലം നമുക്ക് ജീവിക്കുവാനായിട്ട് ഒക്കുകയില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു തലമുറ വളരണമെങ്കിൽ ആരോഗ്യമുള്ളൊരു ഭൂമി ഇവിടെ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. അതിലെ ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ആരോഗ്യമുള്ളതായി തീരുമ്പോൾ മാത്രമേ മനുഷ്യന് സമാധാനവും ആരോഗ്യവും ഉണ്ടാകുകയുള്ളൂ, ദൈവം സന്തോഷിക്കുകയുള്ളൂ. ആയതുകൊണ്ട് ഈ എക്കോളജിയുടെ ദിവസങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി പത്രങ്ങളിലൊക്കെ നിങ്ങൾ വായിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുന്ന, അധിവസിക്കുന്ന ചെറിയ ചുറ്റുപാടുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഈ പ്രകൃതിയെ തണുപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ, അതിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരായി ദൈവം സന്തോഷിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ ഓരോരുത്തരുമായി തീരട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുവാനും ഈ പ്രകൃതിയും ദൈവവും
നമ്മുടെ ജീവിതത്തിൽ സന്തോഷിച്ച് നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.